ഓം ശാന്തി. ഞാൻ പ്രകാശിക്കുന്ന സത്യമായ രത്നമാണ്. ഞാൻ ശുദ്ധ പവിത്ര ആത്മാവാണ്. സംഗമവാസി ശ്രേഷ്ഠ ബ്രാഹ്മണ ആത്മാവാണ്. വിശ്വകല്യാണക്കാരി ശിവബാബയുടെ കുട്ടി വിശ്വകല്യാണക്കാരി ആത്മാവാണ്. വിശ്വസേവാധാരി ബാബയുടെ സമാനം ഞാനും വിശ്വസേവാധാരിയാണ്. സ്വയം പരംപിത എന്നെ വിശ്വസേവയിലേക്ക് നിമിത്തമാക്കിയിരിക്കുന്നു. ഞാൻ വിശ്വസേവയിൽ സ്വയം ഭഗവാന്റെ സാക്ഷിയാണ്. എൻ്റെ ബ്രാഹ്മണ ജീവിതം സേവയുടെ ജീവിതമാണ്. ഞാൻ നിരന്തരം വിശ്വസേവയിൽ തൽപരനായിരിക്കുന്നു. എൻ്റെ ഓരോ സങ്കല്പവും വിശ്വസേവയിലേക്ക് വേണ്ടിയാണ്. ഞാൻ സമ്പൂർണ്ണ പവിത്ര ആത്മാവാണ്. ആത്മാവായി ആത്മാവിനെ നോക്കുന്നു. ദേഹത്തെ കണ്ടാലും കാണാതെ മസ്തകമണിയെ മാത്രം കാണുന്നു. ഞാൻ പവിത്രതയുടെ ഫരിസ്തയാകുന്നു. എൻ്റെ മസ്തകത്തിൽ ആത്മസ്മൃതിയുടെ തിലകം തിളങ്ങുന്നു. ശിരസിൽ പവിത്രതയുടെ പ്രകാശ കിരീടമുണ്ട്. ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും പവിത്രതയുടെ കിരണങ്ങൾ പ്രസരിപ്പിക്കുകയാണ്. ഞാൻ പവിത്രമായിരിക്കുന്നു, പവിത്രമാക്കുകയും ചെയ്യുന്നു. മന്മനാഭവസ്ഥിതിയിലിരിക്കുന്നു. ബാബ നിരഹങ്കാരിയാണ്. കുട്ടികളെ വന്ന് നമസ്കരിക്കുന്നു. കുട്ടികൾക്കും ബാബ് സമാനമാകണം. ബാബ കുട്ടികളുടെ വിശ്വസ്ത സേവകനായി വന്നിരിക്കുകയാണ്. കുട്ടികൾ ബാബയുടെ അധികാരിയാണ്. ബാബ കുട്ടികളെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കുന്നില്ല. പാദം കഴുകിപ്പിക്കുന്നതിന് പാദങ്ങളില്ല. ഞാൻ ഈശ്വരന്റെ സഹായിയായി മാറി വിശ്വസേവനം ചെയ്യുന്നു. ഞാൻ നിരാകാരി ആത്മാവാണ്. ഇവിടെ പാർട്ട് അഭിനയിക്കുന്നതിനു വേണ്ടി സാകാരത്തിൽ വന്നിരിക്കുകയാണ്. ബാബ ഏറ്റവും അനുസരണയുള്ള സേവകനാണ്.
പരിധിയില്ലാത്ത സേവകൻ എത്ര നിരഹങ്കാരിയാണ്, നിരാകാരനുമാണ്. ദാതാവ് ഒരു ബാബ മാത്രമാണ്. ബാബയോട് എല്ലാവരും യാചിക്കുന്നു. മുക്തിധാമം, ജീവൻ മുക്തിധാമം, ഇത് രണ്ടിൻ്റെയും വഴികാട്ടി ഒരു ബാബയാണ്. ബാബ ഒരേ ഒരു പ്രാവശ്യം തൻ്റെതായ സമയത്ത് വരുന്നു. ബാക്കി എല്ലാവരും ജനന മരണ ചക്രത്തിലാണ് വരുന്നത്. രാവണ രാജ്യമില്ലാതാക്കണം. അപ്പോൾ ഒരു പ്രാവശ്യം ബാബ വരുന്നു. അതിനു മുമ്പ് വരുന്നതേയില്ല. ഡ്രാമയിൽ പാർട്ടില്ല. ഞാൻ ബാബയിലൂടെ ബാബയെ തിരിച്ചറിഞ്ഞു. നമ്മൾ കുട്ടികൾ ശിവബാബയുടെ സഹായികളാണ്. അവരെ ഈശ്വരീയ സേവകരെന്നു പറയുന്നു. ഈ യജ്ഞം ഭാരതത്തിലാണുള്ളത്. ഈ രഹസ്യം ബാബ മനസ്സിലാക്കി തരുന്നു. വാസ്തവത്തിൽ ഇതാണ് രുദ്രജ്ഞാനയജ്ഞം. ഞാൻ പവിത്രമായി ഭാരതത്തെ സ്വർഗമാക്കുന്നു. ഇത് വളരെ വലിയ ഹോസ്പിറ്റലാണ്. ഇവിടെ യോഗത്തിലൂടെ എവർ ഹെൽത്തിയാകുന്നു. ബാബ പറയുകയാണ്, എന്നെ ഓർമ്മിക്കൂ. യോഗം മുറിക്കുന്ന ആദ്യത്തെ നമ്പർ വികാരം ദേഹ അഹങ്കാരമാണ്. ശരീരബോധമുണ്ടെങ്കിൽ ബാബയെ മറക്കുന്നു. പിന്നീട് മറ്റ് വികാരങ്ങളും കടന്നു വരുന്നു. ബാബ പറയുന്നു, ബാബയെയും സ്വർഗത്തെയും ഓർമ്മിക്കുമെങ്കിൽ നിങ്ങൾ 21 ജന്മത്തേക്ക് രാജ്യം ഭരിക്കും. ഇതും ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ സുഖം അപരം അപാരമാണ്. ഏതുപോലെ ബാബയുടെ മഹിമ അപരം അപാരമാണ്, അതുപോലെ സ്വർഗത്തിൻ്റെ മഹിമയും അപരമപാരമാണ്. അതിൻ്റെ അധികാരിയാവാൻ ഞാൻ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ബാബയുടേതാകുന്നു. അർത്ഥം, ഈശ്വരീയ മടിത്തട്ട് എടുത്തിരിക്കുന്നു. ബാബ ഉയർന്നവനാണ്, അതിനാൽ പ്രാപ്തിയും വളരെ ഉയർന്നതാണ്. ബാബ വന്ന് മനുഷ്യനെ ദേവതയാക്കുന്നു, പഠിപ്പിക്കുന്നു. ബ്രാഹ്മണരിലല്ലാതെ ഈ ജ്ഞാനം മറ്റാരിലുമില്ല. സത്യയുഗത്തിന്റെ ദേവീ ദേവതമാർ പവിഴ ബുദ്ധിയുള്ളവരായിരുന്നു. വീണ്ടും ബാബ വന്ന് അങ്ങനെയാക്കുന്നു.
ഞാൻ പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യുന്നു, മത്സരിക്കുന്നു. ഇത് രുദ്രമാലയിൽ കോർക്കുവാനുള്ള മത്സരമാണ്. ആത്മാവായ ഞാൻ യോഗത്തിന്റെ ഓട്ടമത്സരം നടത്തുന്നു. ഇതിലൂടെ വികർമ്മം വിനാശമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഉണരുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുന്നു. ബുദ്ധിയോഗത്തിന്റെ വളരെ നല്ല യാത്രയാണിത്. സ്വർഗത്തിന്റെ അപാരമായ സുഖം നേടുന്നതിനു വേണ്ടി ആത്മാവ് പവിത്രമായിരിക്കുന്നു. ഇത് അന്തിമ ജന്മമാണ്. ഞാൻ തീർച്ചയായും ബാബയിൽ നിന്നും സമ്പത്തെടുക്കുന്നു. ബ്രാഹ്മണർ ആത്മീയ സാമൂഹിക സേവകരാണ്. ദേവതമാർ പ്രാപ്തി അനുഭവിക്കുന്നവരാണ്. ഞാൻ ഭാരതത്തിന്റെ സേവനം ചെയ്യുന്നതിലൂടെ എല്ലാവരുടെയും സേവനം ചെയ്യുന്നു. ഇത് രുദ്രജ്ഞാനയജ്ഞമാണ്. എന്റെ കർത്തവ്യമാണ് ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുക, ചക്രത്തെയും ഓർമ്മിക്കുക. ആരാണോ സ്വർഗത്തിലെ ദേവതയാകുന്ന BK, അവരിൽ വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ബാബ പറയുന്നു, ഹേ ആത്മാക്കളെ, എന്നോടൊപ്പം യോഗം വെക്കൂ. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അടുത്ത് വരണം. ഞാൻ ബാബയോട് പ്രതിജ്ഞ ചെയ്യുന്നു, മധുരമായ ബാബ, സ്വർഗത്തിന്റെ അധികാരിയാക്കുന്ന ബാബ, ഞാൻ അങ്ങയുടേതാണ്. അന്തിമ സമയം വരെ അങ്ങയുടേതായിരിക്കും. ഞാൻ സത്യമായ ഈശ്വരീയ സേവകനായി ഭാരതത്തെ സ്വർഗമാക്കുന്ന സേവയിൽ ബാബയ്ക്ക് പവിത്രതയുടെ സഹായം നൽകുന്നു. ഞാൻ ആത്മീയ സോഷ്യൽ വർക്കറാണ്. ഞാൻ വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ബാബയുടെ വരദാനമാണ് പരിധിയിലും ഉപരിയായിരുന്ന് സർവരെയും തൻ്റേതെന്ന അനുഭൂതി ചെയ്യിപ്പിക്കുന്ന അനുഭവി മൂർത്തിയായി ഭവിക്കൂ. ഞാൻ പരിധിയിൽ നിന്നും ഉപരി, പരിധിയില്ലാത്ത ഭാവന, പരിധിയില്ലാത്ത ശ്രേഷ്ഠ കാമന വയ്ക്കുന്നു. ഇതിൽ അച്ഛനെ അനുകരിക്കുന്നു. പ്രത്യക്ഷത്തിൽ അനുഭവം ചെയ്യുന്നു. സർവരും തൻ്റേതെന്ന് അനുഭവം ചെയ്യുന്നു. ഞാൻ ഉപരാമസ്ഥിതിയിലൂടെ പറക്കുന്ന കലയിൽ പറന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർമ്മമാകുന്ന ചില്ലയുടെ ബന്ധനത്തിൽ കുടുങ്ങില്ല. ഓം ശാന്തി.